ഹലോ ഫ്രണ്ട്സ്, ക്രിപ്റ്റോവേർഡ് ക്യാപിറ്റൽ മലയാളത്തിന്റെ പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. നമുക്കെല്ലാവർക്കും ഒരുപാട് പ്രതീക്ഷയുള്ള ഒരു കോയിനാണ് ഷിബ ഇനു. അത് കഴിഞ്ഞ ക്രിപ്റ്റോ ബുൾ മാർക്കറ്റിൽ ഉണ്ടാക്കിയ തരംഗം ചില്ലറയൊന്നുമല്ല. പക്ഷേ ഇപ്പോഴും അത് $1 ആവാൻ സാധ്യതയുണ്ട്. പോട്ടെ, അറ്റ്ലീസ്റ്റ് ₹1 ആവാൻ സാധ്യതയുണ്ട് എന്ന് നമ്മളിൽ പലരും വിശ്വസിക്കുന്നുണ്ട്. പക്ഷേ അത് പോസിബിൾ ആണോ എന്ന് അറിയണമെങ്കിൽ എന്തുകൊണ്ട് ഷിബ ഇനു ഉണ്ടായി, അല്ലെങ്കിൽ എന്തുകൊണ്ട് അത് അത്രയും ഹൈപ്പ് ഉണ്ടാക്കി എന്ന് നമ്മൾ അറിയണം. അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിഞ്ഞ് അത് $1 ആവാൻ സാധ്യതയുണ്ടോ ഇല്ലയോ എന്ന് ലോജിക്കലി മനസ്സിലാക്കാൻ ലെറ്റ്സ് ഡൈവ് ഡീപ് ആൻഡ് ട്രൈ ടു അണ്ടർസ്റ്റാൻഡ് മോർ. ഈ വീഡിയോയിൽ പറയുന്ന കാര്യങ്ങൾ തികച്ചും എഡ്യൂക്കേഷനും എൻ്റർടൈൻമെൻറ്റിനും വേണ്ടി മാത്രമുള്ളതാണ്. ക്രിപ്റ്റോ ഒരു അൺറെഗുലേറ്റഡ് അസറ്റ് ക്ലാസ് ആയതുകൊണ്ടും ഹൈലി വോളറ്റൈൽ ആൻഡ് റിസ്കി ആയതുകൊണ്ടും നത്തിങ് ഇൻ ദിസ് വീഡിയോ ഷുഡ് ബി ട്രീറ്റഡ് ആസ് എ ഫിനാൻഷ്യൽ അഡ്വൈസ്. ഷിബ ഇനു എന്താണെന്ന് നമുക്ക് ആർക്കും പ്രത്യേകിച്ച് ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. പക്ഷെ കഴിഞ്ഞ ബുൾറണ്ണിൽ അത് ഉണ്ടാക്കിയ തരംഗത്തിൻ്റെ കാരണം മനസ്സിലാക്കിയാലേ അത് വീണ്ടും $1 ആവാൻ സാധ്യതയുണ്ടോ അല്ലെങ്കിൽ ₹1 ആവാൻ സാധ്യതയുണ്ടോ എന്ന് അറിയുള്ളൂ. സോ അതിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാം. ഓക്കെ, ഷിബ ഉണ്ടാകുന്നതിന് മുൻപ് ഉണ്ടായിരുന്ന ഒരു ക്രിപ്റ്റോ സിനാരിയോ ആണ് ഇപ്പോൾ നമ്മൾ ആദ്യം മനസ്സിലാക്കേണ്ടത്. ഓക്കെ, അപ്പോൾ ആ ഒരു സമയത്ത് 2019, 2020 കാലഘട്ടങ്ങളിൽ ഉണ്ടായിരുന്ന ക്രിപ്റ്റോ നരേറ്റീവ്സ് എന്ന് പറയുന്നത് ICO ആയിരുന്നു, അതായത് ഇനീഷ്യൽ കോയിൻ ഓഫറിംഗ്. അപ്പൊ അന്ന് ഇറങ്ങുന്ന എല്ലാ ടോക്കൺസിലും ഭൂരിഭാഗം ഷെയർ പ്രൊജക്ടിന്റെ ഓണേഴ്സ് അവർക്ക് വേണ്ടി മാറ്റിവെക്കും. ഒരു സർട്ടൻ ഭാഗമാണ് റീറ്റെയിലേഴ്സിന് വേണ്ടി കൊടുത്തിരുന്നത്. എന്നിട്ട് അതൊരു നല്ല വില എത്തുമ്പോൾ ഈ ടീം അവർ റീറ്റെയിലേഴ്സിന്റെ മേലേക്ക് അത് ഡംപ് ചെയ്യുന്നു. അപ്പൊ അങ്ങനെ ഒരു സിറ്റുവേഷനാണ് അന്ന് ഉണ്ടായിരുന്നത്. ഓക്കെ, അപ്പൊ അത് നമ്മൾ മനസ്സിലാക്കണം. അതായത് ICO അല്ലെങ്കിൽ ടീം അലോക്കേഷൻ ആണ് ഭൂരിഭാഗം പ്രൊജക്ടിന്റെയും ഒരു കോമൺ സ്ട്രാറ്റജി ആയിട്ട് ഉണ്ടായിരുന്നത്. രണ്ടാമത്, അന്ന് ഉണ്ടായിരുന്ന ഒരേ ഒരു മീം കോയിൻ ഡോജ് കോയിൻ ആണ്. ഇന്നുണ്ടായിരുന്ന ആയിരക്കണക്കിന് മീം കോയിൻസ് ഒന്നും ഇല്ല, അല്ലെങ്കിൽ ചെറിയ ചെറിയ മൈക്രോ ക്യാപ്പ് ആയിട്ടുള്ള മീം കോയിൻസ് ഒന്നും ഉണ്ടായിരുന്നില്ല മാർക്കറ്റിൽ. ഡോജ് കോയിൻ എന്നുള്ള ഒരൊറ്റ കോയിനേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് കൂടാതെ ഇലാൻ മസ്ക് നമുക്കറിയാലോ, ഹിസ് എ ക്രേസി ഗൈ. അയാള് ഡോജ് കോയിന്റെ ഭയങ്കര ഫാനാണ്. സോ ഹി വാസ് പ്രൊമോട്ടിങ് ഡോജ് കോയിൻ ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അത് നമുക്ക് എന്താണെന്ന് ഈ സ്ക്രീൻ കണ്ടാൽ മനസ്സിലാവും. നോക്കൂ, അയാൾ ഡോജ് കോയിനെ കുറിച്ച് പറയുന്നത് എന്താണെന്ന് നോക്കൂ. സി, ഈവൻ ടെസ്ല ഹി വാസ് റെഡി ടു അക്സെപ്റ്റ് ഡോജ് കോയിൻ. ഒരു ഡോജ് കോയിൻ കൊടുത്തിട്ട് ഒരു കാർ മേടിക്കാമെന്ന് അതിന്റെ CEO പറയുന്നു. ഇവിടെ ഇഷ്ടം പോലെ വേറെ കോയിനുകൾ പറയുന്നുണ്ട് ഡോജ് കോയിന്റെ. പിന്നെ ഹി സേയിങ് ഹി ബിലീവ്സ് ഇൻ ഡോജ്. അടുത്തത്, ഹി ഹിംസെൽഫ് ടാഗ്ഡ് ഹിം ആസ് എ CEO ഓഫ് ഡോജ്. സോ കുറേ അധികം ഡോജിനെ കുറിച്ചുള്ള ട്വീറ്റുകൾ ആ ഒരു സമയത്ത് ഇലാൻ മസ്ക് ഇടുന്നുണ്ടായിരുന്നു. അപ്പോ ഡോജ് ഓൺലി മീം കോയിൻ എന്ന് പറയുന്നത് ഡോജ് ആണ്. അതിന് ഇലാൻ മസ്ക് ഇങ്ങനെ പ്രൊമോട്ട് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എവറിബഡി വാസ് ഗെറ്റിംഗ് അട്രാക്റ്റഡ് ടു ദ മീം കോയിൻ. ആ സമയത്ത് ആ പർട്ടിക്കുലർ സിറ്റുവേഷനിലാണ് ഷിബ ഇനു വരുന്നത്. ഇത് പുള്ളി ട്വീറ്റ് ചെയ്തതാണ്. പുള്ളിയാണ് ഡോജ് കോയിനെ താങ്ങി നിർത്തിയത്, അല്ലെങ്കിൽ അതിലൊരു ഹൈപ്പ് ഉണ്ടാക്കിയത്. നമുക്ക് ഷിബ മില്യനേഴ്സ് പോലെ ഡോജ് കോയിൻ മില്യനേഴ്സ് ഉണ്ടായിരുന്നു ആ സമയത്ത്. അതിനെ ആ ഒരു ഹൈപ്പിലേക്ക് എത്തിച്ചത് പുള്ളിയാണ്, സിംഗിൾ ഹാൻഡഡ്ലി എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ആ ഒരു സിറ്റുവേഷനിൽ ഡോജ് ഡിൻ ഹാവ് എ കോമ്പറ്റീറ്റർ. ആ ഒരു സമയത്ത് ആണ് ഷിബ ഇനു ഒരു പ്രൊപ്പോസലായിട്ട് വരുന്നത്. ഓക്കെ, എന്തൊക്കെയായിരുന്നു അതിന്റെ പ്രൊപ്പോസൽ? ഏറ്റവും ആദ്യം നമ്മൾ കണ്ടു, ബാക്കി കോയിൻസുകളെല്ലാം ടീം അലോക്കേഷന് വേണ്ടി വലിയൊരു എമൗണ്ട് വെച്ചിട്ട് അതൊരു നല്ല നിലയിലെത്തുമ്പോൾ റീറ്റെയിലേഴ്സിന്റെ മേലേക്ക് ഡംപ് ചെയ്യുന്ന സിനാരിയോയിൽ ഫെയർ അലോക്കേഷൻ എന്നുള്ള ഒരു കൺസെപ്റ്റുമായിട്ടാണ് ഷിബ വരുന്നത്. അതായത് അതിന്റെ ക്രിയേറ്റേഴ്സ് അവർക്ക് വേണ്ടി ഒന്നും വെച്ചില്ല. ദേ ലോക്ക്ഡ് ഇറ്റ്, ദ ലിക്വിഡിറ്റി 100% ലോക്ക്ഡ്, റിമൈനിങ് 50% സെൻഡ് ഇറ്റ് ടു വിറ്റാലിക് ബ്യൂട്ടറിൻ. വിറ്റാലിക് ബ്യൂട്ടറിൻ നമുക്കറിയാം, മോസ്റ്റ് ട്രസ്റ്റ്വർത്തി പേഴ്സൺ ഇൻ ദ ഇൻഡസ്ട്രി, എത്തീരിയത്തിന്റെ ഫൗണ്ടറാണ്. ബാക്കിയുള്ളത് ലിക്വിഡിറ്റി ലോക്കാണ്. അപ്പോൾ ദർ വാസ് നത്തിങ് ഫോർ ദ ഫൗണ്ടേഴ്സ് ടു ഡംപ് ഓൺ റീറ്റെയിലേഴ്സ്. റീറ്റെയിലേഴ്സിന്റെ മേലേക്ക് ഡംപ് ചെയ്യാൻ ഒന്നും ഉണ്ടായിരുന്നില്ല. മെയിൻ ആയിട്ട് നമ്മൾ നേരത്തെ പഠിച്ച പോലെ ദ നരേറ്റീവ് എന്തായിരുന്നു? അതിന്റെ നരേറ്റീവ് ഡോജ് കോയിൻ കില്ലർ. നെറ്റിൽ സെർച്ച് ചെയ്താൽ നമുക്കറിയാം, ഷിബ ഇൻട്രൊഡ്യൂസ് ചെയ്തിരുന്ന സമയത്ത്, അത് ഇറങ്ങിയ സമയത്ത് ഡോജ് കോയിൻ കില്ലർ എന്നുള്ള ടാഗ് ലൈനിലാണ് ഷിബ ഇറങ്ങിയത്. സോ അപ്പൊ തന്നെ നമുക്കറിയാം
ഒരു സാധനം പൊങ്ങി പൊങ്ങി ഡോജ് കോയിൻ ഇല്ലാൻ പൊക്കി 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 മേലെ എത്തിച്ചു. ദർ വാസ് നോ കോമ്പറ്റീറ്റർ ആൻഡ് ഇറ്റ് കെയിം ആസ് എ കോമ്പറ്റീറ്റർ. ഒരു വില്ലൻ എത്രത്തോളം സ്ട്രോങ് ആവുന്നു അത്രത്തോളം നല്ലതാണ് നായകൻ എന്ന് പറയുന്നത് പോലെ തിരിച്ച് അത് അത്ര പൊങ്ങി നിൽക്കുമ്പോൾ ആ സമയത്ത് ജനിച്ച അതിൻ്റെ കോമ്പറ്റീറ്ററായ ഷിബിനും ആ ഒരു ബൂസ്റ്റ് കിട്ടി. പിന്നെ ഇറ്റ് ഈസ് ഓൾസോ ബൈ ആൻ അൺനോൺ പേഴ്സൺ കോൾഡ് റയോഷി. അപ്പോൾ അതിന് സതോഷി എന്നുള്ള ആ ഒരു ക്രിയേറ്ററുമായിട്ടൊരു താരതമ്യം, അൺനോൺ ക്രിയേറ്റർ, ഫെയർ ഡിവിഷൻ അങ്ങനെയൊക്കെ വന്നു. ഒബ്വിയസ്ലി ദേ ഹാവ് പബ്ലിഷ്ഡ് എ വൈറ്റ് പേപ്പർ കോൾഡ് വൂഫ് പേപ്പർ. അപ്പോൾ അതിൻ്റെ ഉള്ളിൽ കാര്യമായിട്ടൊന്നും ഉണ്ടായിരുന്നില്ല. ബട്ട് സ്റ്റിൽ ആ ഒരു പ്രോസസ് വാസ് മിമിക്കിംഗ് ബിറ്റ് കോയിൻ. ഫെയർ അലൊക്കേഷൻ, നോ ഡംപിങ്, നോ ഓണർഷിപ്പ്, എല്ലാം മിമിക്കിംഗ്. ആൻഡ് എ വെരി ടഫ് കോമ്പറ്റീറ്റർ ലൈക്ക് എ ഡോജ് ആൻഡ് ഫെയർ അലൊക്കേഷൻ. ഇത്രയും നല്ലൊരു നരേറ്റീവും വാല്യൂ പ്രൊപ്പോസിഷൻ, അതായത് വാല്യൂ എന്ന് പറഞ്ഞാൽ ടെക്നിക്കൽ വാല്യൂ പ്രൊപ്പോസിഷൻ അല്ല, ഒരു സംതിങ് ഡിഫറെൻറ്റ് അല്ലേ, ഒരു നരേറ്റീവുമായിട്ടാണ് ഡോജ് ജനിക്കുന്നത്. ഒബ്വിയസ്ലി ഇറ്റ് അട്രാക്റ്റഡ് ദ പീപ്പിൾ. ഇത്രയും കാര്യങ്ങളാണ് ഡോജിന് ആ ഹൈപ്പ് കൊടുത്തതും അതിന് ഇത്രയും ആൾക്കാരിലേക്ക് ആക്സസ് ചെയ്തതും. അതിന് വേറെ ഒരു കാരണം കൂടിയുണ്ട്. ആരാണ് റയോഷി എന്ന് നമ്മൾ അന്വേഷിച്ച് ചെല്ലുമ്പോൾ മനസ്സിലാക്കുന്നത്, some articles say even Coinbase CEO believe it is Sam SBF Alameda. He is the CEO and founder of FTX exchange. അതിപ്പോൾ കൊളാപ്സ് ആയി, പക്ഷെ എങ്കിലും അതാണെന്നാണ് ക്ലൂ. അതല്ലെങ്കിൽ രണ്ടാമതൊരു വിഭാഗം വിശ്വസിക്കുന്നത് അത് ഇലാൻ മസ്ക് തന്നെയാണെന്നാണ്. ഈതർ വേ their motive was to make money. ഒന്ന്. രണ്ട്, അത്രത്തോളം പോപ്പുലർ അല്ലാതിരുന്ന ക്രിപ്റ്റോയ്ക്ക് വളരെ ചെറിയൊരു പ്രൈസിൽ ക്രിപ്റ്റോയിലേക്ക് ഒരു എൻട്രി കൊടുത്തു, ഒരു ഹൈപ്പ് ഉണ്ടാക്കിയിട്ട്. സോ ഹൂവർ വാസ് റയോഷി, അതിൻ്റെ ഇൻറ്റൻഷൻ വാസ് ഗുഡ്. ഒന്ന്, ഒരു ഫെയർ അലോക്കേഷൻ അങ്ങനത്തെ ഒരു കൺസെപ്റ്റിൽ അത് വന്നു. ചുരുങ്ങിയ വിലയ്ക്ക് അത് കൊടുത്തിട്ട് ഒരുപാട് ആൾക്കാരെ ക്രിപ്റ്റോയെക്കുറിച്ച് അവെയർ ആക്കി. സോ മേ ബി അതുണ്ടാക്കിയ ആളുടെ ഇൻറ്റൻഷനും ക്രിപ്റ്റോയെ സാധാരണക്കാരിലേക്ക് എത്തിക്കുക എന്നതായിരിക്കണം. അപ്പോൾ ആ ഒരു സിറ്റുവേഷനിലാണ് ഷിബ ജനിക്കുന്നതും അത് വളർന്ന് പന്തലിച്ച് ഒരു ആൽമരം പോലെ ആവുന്നതും. അപ്പോൾ അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ട ഒന്നാമത്തെ കാര്യം. രണ്ട്, നമ്മൾ ഇപ്പോൾ വിശ്വസിക്കുന്ന നരേറ്റീവ്സ് അത് $1 ആകാൻ പറ്റുമോ എന്നുള്ളത്. ആ കേസ് നമുക്ക് ആദ്യം അനലൈസ് ചെയ്യാം. നമ്മളുടെ 100x കുക്കിംഗ് എന്നുള്ള വീഡിയോയിൽ നമ്മൾ പറഞ്ഞു, ഒരു ഹൈ റിട്ടേൺസ് കിട്ടുന്നതിനുള്ള ഒരു ഘടകം അതിൻ്റെ ടോക്കണോമിക്സ് ആണ്. അവൈലബിൾ സപ്ലൈ ആയിട്ടുള്ള കോയിൻസ് ആണ്. നമ്മൾ ഷിബായിനുവിൻ്റെ ഇപ്പോഴത്തെ സർക്കുലേറ്റിംഗ് സപ്ലൈ നോക്കിയാൽ അത് 589 ട്രില്യൺ ആണ്. ട്രില്യൺ കോയിൻസ് സപ്ലൈയിലുണ്ട്. സോ ഹൗ ബിഗ് ഇറ്റ് ഈസ്, ആക്ച്വലി അത് എത്രത്തോളം വലുതാണെന്ന് അറിയണമെങ്കിൽ നമ്മൾ ഓരോ രാജ്യത്തിൻ്റെയും GDP വെച്ച് നോക്കണം. ലോകത്തിലെ ഏറ്റവും ശക്തമായ എക്കണോമിയായ US-ന്റെ GDP വെറും 26 ട്രില്യണേ ഉള്ളൂ. അപ്പോൾ ഷിബ $1 ആയി കഴിഞ്ഞാൽ മിനിമം ഒരു 20 USA മൊത്തം GDP എടുത്താലേ ഷിബ $1 ആവുള്ളൂ. എല്ലാ ഷിബ ടോക്കണും $1 വെച്ച് ഒരാൾ മേടിച്ചാൽ അയാൾക്ക് അമേരിക്കയിലെ മൊത്തം പ്രൊഡക്ഷൻസും 20 പ്രാവശ്യം മേടിക്കാൻ പറ്റും. സി ഹൗ ഹ്യൂജ് ദാറ്റ് നമ്പർ ഈസ്. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു ഹാപ്പൻ. ഈ ലോകത്തുള്ള എല്ലാ രാജ്യത്തിൻ്റെ GDP കൂട്ടി വെച്ചാലും അത് ഷിബയുടെ ഒരു 10 ആവുള്ളൂ ഇഫ് ഇറ്റ് ഈസ് റീച്ചിങ് $1. സോ ആദ്യം പറഞ്ഞ നരേറ്റീവ് ഇല്ല നമുക്ക്. ഇപ്പോൾ അന്ന് പറഞ്ഞ സിറ്റുവേഷൻസ് അല്ല ഇന്നത്തെ ക്രിപ്റ്റോയുടെ സിറ്റുവേഷൻ. അന്നത്തെ നരേറ്റീവ്സ് ഇല്ല. പിന്നെ $1 എത്തണമെങ്കിൽ അതിൻ്റെ ടോക്കൺ സപ്ലൈ കാരണം ഇത്രയും വലിയൊരു എമൗണ്ട് വരും. അപ്പോൾ അത് എത്തണമെങ്കിലുള്ള ഒരേ ഒരു പോസിബിലിറ്റി ഇവർ ടോക്കൺസ് ഡ്രാസ്റ്റിക്കലി ബേൺ ചെയ്യണം എന്നുള്ളതാണ്. അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ്. ഇനി നമുക്ക് $1 കേസ് എടുക്കാം. $1 എന്ന് പറഞ്ഞാൽ $80. $1 എന്ന് പറഞ്ഞാൽ 80 rupees ആണ്. അപ്പോൾ നമ്മൾ എടുത്താൽ ഈവൺ ഇഫ് അത് $1 എത്തണമെങ്കിൽ കൂടി $7 ട്രില്യൺ എക്കണോമി എത്തണം. അതായത് നമ്മുടെ ഇന്ത്യയും ജർമ്മനിയും, ഈ ചാർട്ട് നോക്കിയാൽ നമുക്കറിയാം, ഇന്ത്യയുടെയും ജർമ്മനിയുടെയും മൊത്തം പ്രൊഡക്ഷൻസ് GDP ഷിബ ഇനുവിൻ്റെ ക്യാപിറ്റൽ വെച്ച് മേടിക്കാൻ പറ്റും. ഇറ്റ്സ് നോട്ട് പോസിബിൾ. അതായത് ഒരാൾ ഷിബ ഇനുവിൻ്റെ മൊത്തം ടോക്കണും ഓൺ ചെയ്യുകയാണെങ്കിൽ he can buy the entire GDP of 2 countries together. So huge. അതിനുള്ള സാധ്യത വളരെ വളരെ കുറവാണ് ഗൈസ്. അപ്പോൾ ഇതാണ് ഞാൻ പറയാൻ ശ്രമിച്ച കാര്യം. അതായത് അന്ന് നിലനിന്നിരുന്ന ഒരു സിറ്റുവേഷൻ അല്ല ഇന്ന് ക്രിപ്റ്റോയിൽ. ഓൾറെഡി ക്രിപ്റ്റോയിൽ കയറിയ ആൾക്കാർ ഷിബ വെയിൽസ് ഉണ്ട്.
ഇത് കൂടാതെ ഈ ചാർട്ട് നോക്കൂ, ഇത് ഷിബ വെയിൽസ്, ഷിബ അഡ്രസ് ഹോൾഡേഴ്സിൽ ഏറ്റവും അധികം ഷിബ കോയിൻസ് വെക്കുന്ന ആൾക്കാരുടെ ലിസ്റ്റാണ്. ഇതിൽ ഓൾറെഡി റിച്ച് ആയിട്ടുള്ള ആൾക്കാരുണ്ട്. ഇനി ഒരു പ്രൈസ് ഷിബയിൽ കൂടിയാൽ, ലെറ്റ് സേ 10x കൂടിയാൽ, ഈ ഇരിക്കുന്നവരൊക്കെ ബില്യനേഴ്സ് ആവും. സോ ദേ വിൽ ഡംപ് ഓൺ യു. അതായത് നമ്മളെപ്പോലെ പുതിയതായിട്ട് ചേരുന്നവരിലേക്ക് ഇവരത് ഇടും. അന്നത്തെ സിറ്റുവേഷനിൽ അതല്ല, ആരുടെ കയ്യിലും ഷിബ ഇല്ല. എവരിബഡി വാസ് ന്യൂ, എവരിബഡി വാസ് ഗ്രോയിങ് ടുഗദർ. നമ്മുടെ മേലേക്ക് ഡംപ് ചെയ്യാൻ ആരുമില്ല. പക്ഷെ ഇന്ന് ഇനിയിപ്പോൾ ഷിബ വില കൂടുമ്പോൾ നമ്മൾ മേടിച്ചാൽ നമ്മുടെ മേലേക്ക് ഡംപ് ചെയ്തിട്ട് എക്സിറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് കുറേ പേരുണ്ട്. അവരൊക്കെ ആ ലിസ്റ്റിലുള്ളതാണ്. മനസ്സിലാവുന്നുണ്ടോ? സോ the chances of Shiba becoming $1 or 1 rupee is very very less എന്നാണ് എനിക്ക് കൺക്ലൂഡ് ചെയ്യാനുള്ളത്. നിങ്ങൾക്ക് ഞാൻ ഈ പറഞ്ഞതിനോട് എന്തെങ്കിലും വിയോജിപ്പുണ്ടെങ്കിൽ താഴത്തെ കമന്റ് ബോക്സിൽ രജിസ്റ്റർ ചെയ്യൂ. ലെറ്റ് us അണ്ടർസ്റ്റാൻഡ് ടുഗദർ, ലെറ്റ്സ് ലേൺ ആൻഡ് ഗ്രോ ടുഗദർ. ഇനി ഇതുപോലെ ഡിഫറെന്റ് നരേറ്റീവായിട്ട് വരുന്ന മീം കോയിൻസ് വേറെയും വരുന്നുണ്ട്. പക്ഷെ അതുപോലെ ഒരു വെറൈറ്റി നരേറ്റീവ്സും ഒരു വെറൈറ്റി പ്രൊപ്പോസിഷനുള്ള ക്രിപ്റ്റോകൾ ഏതൊക്കെയാണെന്ന് അറിയണ്ടേ? ദർ ആർ ഫ്യൂ ഇൻ ദ ലിസ്റ്റ് ഫോർ ദ നെക്സ്റ്റ് ബുൾ റൺ. അത് എന്തൊക്കെയാണെന്ന് അറിയുന്നതിനായി പ്ലീസ് സബ്സ്ക്രൈബ് ടു ദിസ് ചാനൽ ആൻഡ് ലൈക്ക് ദിസ് വീഡിയോ. ഈ വീഡിയോ 100 ലൈക്സ് എത്തുമ്പോൾ നെക്സ്റ്റ് ഷിപ്പ് എന്താകാൻ സാധ്യതയുണ്ട് എന്നുള്ള ഒരു വീഡിയോ പബ്ലിഷ് ചെയ്യുന്നതായിരിക്കും. താങ്ക് യു ഗൈസ്.